ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. സോ ഗൈസ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കുട്ടി ക്രാഫ്റ്റാണ്. നമ്മളൊരു മിനി നോട്ട്ബുക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു ഇത് കണ്ടോ, ഇത് എന്തോ 100 കളർ പേപ്പർ ഒരു സെറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാവേ. നമുക്കൊരു ക്യാൻഡി തീമിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ വിചാരിക്കണം. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഇവിടെ വന്നിരി. അപ്പോൾ ഗൈസ്, ഞാനൊരു പിങ്ക് പേപ്പറാണ് കേട്ടോ എടുത്തത്. നമുക്ക് ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്യാം. നല്ല ക്ലീൻ ആയിട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് എന്താ ഇതിനിങ്ങനെ 4ആയിട്ട് മടക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നമുക്ക് ഇതിൻ്റെ ഹാഫ് മാത്രം മതി. ഈ ഹാഫ് വേണ്ട, കാരണം ഒരു മിനി ബുക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഗൈസ്, ഈ ഒരു വൈറ്റ് പേപ്പറിനെ നമുക്കിതാ, നിങ്ങൾക്ക് A4 പേപ്പർ ഉണ്ടെങ്കിൽ A4 പേപ്പർ, അല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പറിൽ ഇങ്ങനെ ബുക്കിൻ്റെ പേജ് അതായാലും മതി. ഇതാ ഈ ഒരു വലിപ്പത്തിൽ, അതായത് ഈ ഒരു സ്ക്വയറിൻ്റെ ഈ ഒരു വലിപ്പത്തിലായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിന് മടക്കിയിട്ട് ഇതിങ്ങനെ തന്നെ ഇങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ബാക്കിയും കൂടി ചെയ്തിട്ട് കാണാവേ. അങ്ങനെ നമ്മൾ ഇത്രയും പേപ്പേഴ്സ് നമ്മൾ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇതൊന്ന് അടുക്ക് വെച്ച് കട്ട് ചെയ്യൊന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ ഒട്ടിക്കാനുള്ളതല്ലേ. അപ്പോൾ നമുക്കില്ലേ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കുറച്ച് കട്ടിയായിട്ട് കിട്ടാനായിട്ട് ഇവിടെ കുറച്ച് ഈ ഒരു പോർഷൻ മാത്രം മതി നമുക്ക്. അപ്പോൾ ഇവിടെ കുറച്ച് ഗ്ലൂ ഇട്ടിട്ട് ഒട്ടിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം പശയൊക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ ഒട്ടിക്കാം. അപ്പോൾ ഗ്ലൂ ഒക്കെ തേച്ചത് ഉണങ്ങിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കിതിനെ ഇത് കണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്. ഈ ലൈനിലേക്കായിട്ട് നമ്മളൊന്ന് ഫോൾഡ് ചെയ്തൊക്കെ കൊടുക്കണം. കണ്ടോ, ഇതിങ്ങനെ ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മൾ സെൻറ്ററിൽ മാത്രം ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ഇവിടെ കണ്ടോ ഇങ്ങനെ. അത് നമുക്ക് അവിടെ ഇങ്ങനെ ലെങ്ത് ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ബാലൻസ് ഉള്ളത് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാവേ. അപ്പോൾ ഗൈസ്, ഇതാ നമ്മളുടെ ബുക്കൊക്കെ ഞാനങ്ങനെ എല്ലാ പേജസും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ ഗൈസ് ഇങ്ങനെ പുറത്തേക്കൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് കറക്റ്റാക്കി കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഗൈസ്, അങ്ങനെ അതാ ഞാൻ ബാലൻസ് ആയ പോർഷനൊക്കെ കട്ട് ചെയ്ത്. അപ്പോൾ ഗൈസ്, ഇതാ നമ്മൾ ബുക്കൊക്കെ ശരിയാക്കി കേട്ടോ. നമുക്കിതാ ഫ്രണ്ടിൽ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിക്കാവേ. ഗൈസ്, ഇതാ ഇത്രയും സ്റ്റിക്കേഴ്സാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഈ 3 എടുക്കുക. ഇതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല, അപ്പോൾ നമുക്ക് ഇതെടുക്കണ്ട. ബാക്കി 3 കൊണ്ട് ഈ ഒരു ബുക്ക് സ്റ്റിക്കർ ഒട്ടിക്കാവേ. ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു സ്റ്റിക്കറാണ് കേട്ടോ എടുത്തത്. ഇത് കുറച്ചിങ്ങനെ ഗ്ലോസി ടൈപ്പ് സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഈ ഒരു 3 എടുത്തിട്ട് ഇവിടെ
ഇങ്ങനെ ഒട്ടിച്ചെടുക്കാതെ നമുക്ക് ഇതിനെടുത്ത് ഇങ്ങനെ കുറച്ചിങ്ങനെ. ഇനി ഗൈസ് നമുക്ക് കുറച്ച് ഹാർട്ട്സ് ഒട്ടിക്കാം കേട്ടോ. ഇത് ഗ്ലിറ്ററി ടൈപ്പ് ഹാർട്ടാണ്. നമുക്ക് ഇതിൽ പിങ്ക് എടുക്കണ്ട. പിങ്ക് എടുത്താൽ ചിലപ്പോൾ കാണത്തില്ല. നമുക്കൊരു റെഡ് എടുത്തിട്ട് ഒരു ബ്ലൂവും കൂടി എടുക്കാം. എന്താ രണ്ടും ഏകദേശം ഒരു ഇവിടെ ഒട്ടിച്ചെടുക്കാം. നമുക്ക് ഗൈസ് ഈ ഒരു സെറ്റിൽ നിന്ന് ഒരു ടുലിപ്പ് എടുക്കാം. ഇത് നമുക്കിങ്ങനെ താഴെ വെച്ചെടുക്കാതെ. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറച്ചും കൂടെ ഒന്ന് ഫില്ല് ചെയ്യാം കേട്ടോ. കുഞ്ഞു കുഞ്ഞു ഹാർട്ട് എടുക്കാം. എനിക്ക് ബ്ലൂ ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു മൂന്നിൻ്റെ അടുത്തായിട്ട് ബ്ലൂ വെച്ച് കൊടുക്കാം. പിങ്ക് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഫ്രണ്ട് ബുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചിട്ടുള്ളൂ. ഇതാ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഒരു പേജൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എൻ്റെ പേര് എഴുതി കൊടുക്കാം കേട്ടോ. ഗൈസ് ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത് കുറച്ച് ഹാർട്ട്സ് ഒട്ടിക്കാം കേട്ടോ. ഒന്ന് 2 3 ഇത് ഭയങ്കര കുഞ്ഞു കുഞ്ഞു ഹാർട്ട്സാണ്. എനിക്ക് കുഞ്ഞാണ് ഇതിൽ ഒരുപാട് ഇഷ്ടമായത്. നമുക്ക് തന്നെ ഗൈസ് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഗൈസ് എൻ്റെ ഒരു കുഞ്ഞു ബുക്കിനെ ഞാൻ ഇത്ര മാത്രം ചെയ്തിട്ടുള്ളൂ. ഫ്രണ്ടിൽ ദയാണ് വേരെഴുതി. പിന്നെ അതാ ഇതുപോലത്തെ പേജസും കുറച്ചധികം ഉണ്ടാക്കി കേട്ടോ. ഈ ബുക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും റിമൈൻഡ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ എഴുതി വെക്കും. പിന്നെ ക്ലാസ്സിൽ എന്തെങ്കിലും ഹോംവർക്ക് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ എഴുതി വെക്കാം കേട്ടോ.